അപ്പൊ ഹൻസിക കൃഷ്ണയാണ് നിലവിലെ ചൂടൻ ചർച്ചാ വിഷയം. അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഇന്നലെ ഹൻസികയുടെ ഒരു വീഡിയോ പുറത്തിറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. വീഡിയോ എന്ന് പറഞ്ഞ സംഭവം ലീക്ക്ഡ് ആണ്. അവളുടെ കണ്ട പോലീസ് പൊക്കൂട്ടാ ചേട്ടാ. എന്തായാലും നമ്മുടെ വിഷയം ഇതായതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ ഒന്ന് ഇവിടെ പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇൻസ്റ്റാഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ ഓൺലി അത്യാവശ്യം ശരീരം എക്സ്പോസ്ഡ് ആക്കിക്കൊണ്ട് ഹൻസിക ചെയ്തൊരു വീഡിയോ. എനിക്കിഷ്ടമായി. ഇതാണ് ആ വീഡിയോ. എന്തൊക്കെയാണല്ലോ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. സത്യം പറഞ്ഞാൽ നല്ല ബോറായിട്ടുണ്ട്. ഇത് കണ്ട് ക്രഷ് അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അത് വേറെ കാര്യം. അതുകൊണ്ടാണല്ലോ ഈ വീഡിയോ ലീക്ക് ആയതിന് പിന്നാലെ ഹൻസികയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടി ജനം തിക്കും തിരക്കും കൂട്ടുന്നത്. മോനെ, ഞാനതൊരു ബിസിനസ് ആയിട്ടല്ല കാണുന്നത്, ഒരു ജീവകാരുണ്യ പ്രവർത്തനം. പക്ഷെ എന്റെ നടത്തിപ്പിനുള്ള ചില അടിസ്ഥാന ചെലവുകളുണ്ടല്ലോ, അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ഇതെന്നാട്ടോ മയിലാട്ടോ പത്രിക, പുലിയാട്ടോ പത്രിക, ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. മാർഗം കളിയാ? ആ, ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി. രാത്രി വെളുത്തപ്പോഴേക്കും 300-ലധികം സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മൾക്ക് ഒറ്റയടിക്ക് അടിച്ചു കയറിയത്. ഇങ്ങനെ കൂടാൻ കാരണം വേറെ ഒന്നല്ല, നമ്മൾ നേരത്തെ കണ്ട ലീക്ക്ഡ് വീഡിയോ തന്നെയാണ്. ആ വീഡിയോ കണ്ട് പലതും പ്രതീക്ഷിച്ചിട്ടാണ് ആളുകൾ തിക്കും തിരക്കും കൂട്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നത്. കണ്ടറിയാം ഇവളൊക്കെ പുറമ്പോക്ക് കോളനിയാണെന്ന്. ആ ലെവലാദികള്. ഹൻസികയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ കൃഷ്ണകുമാറിന്റെ ഒരു പഴയ ഇന്റർവ്യൂ ആണ് എനിക്ക് ഓർമ്മ വന്നത്. സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം നിയന്ത്രിക്കണമെന്ന് താൻ മക്കളോട് ഇടയ്ക്കിടെ ഉപദേശിക്കാറുണ്ട് എന്നൊക്കെ കൃഷ്ണകുമാർ പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. സോഷ്യൽ മീഡിയ പറയാറ് ഭയങ്കര കൂൾ ഡാഡി എന്നാണ് പറയാറ്. ഇപ്പൊ പൊതുവിൽ യൂസ് ചെയ്യുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, തന്ത വൈബ് അല്ല വൈബ് തന്നാന്ന് പറഞ്ഞത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ പെൺകുട്ടികൾക്ക് നൽകുന്ന പോലത്തെ ഒരു ഫ്രീഡം, അതാണ് ഓരോ അച്ഛനും നൽകേണ്ടത് എന്ന് പറയാറുണ്ട്. ആദ്യം തിരുത്തട്ടെ, ഈ സ്വാതന്ത്ര്യം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്, ഞാൻ തരേണ്ടതല്ല. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ അകത്തുണ്ട്, എൻ്റെ അകത്തുണ്ട്. ഈ നിങ്ങൾ പിന്നെ കാണുന്ന പോലെ അത്ര കൂളൊന്നും അല്ല ഞാൻ. ഈ പിള്ളേർക്കൊക്കെ നല്ല വഴക്കും ചീത്തയൊക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് വളർന്ന് വലുതായി കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്നേക്കാൾ അറിവ്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ചെറുപ്പക്കാര് ഭയങ്കരമായിട്ട് വഴിപടച്ചു പോകുന്നവരാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ്, കണ്ടില്ലേ കണ്ടോ. ഇപ്പൊ എൻ്റെ മക്കള് ആമ്പിള്ളേരുടെ കറങ്ങുന്നു, പെൺകുട്ടികൾ ഒരു നിയന്ത്രണമില്ല, കണ്ടവന്റെ കൂടെ ഇതാണ് പറയുന്നത്. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഇപ്പൊ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, whatever it is, ഓവർ യൂസ് അപകടം തന്നെയാണ്. അപ്പൊ ഇതെല്ലാം നിയന്ത്രിക്കുക. അതെ, നിയന്ത്രിച്ച് ഒടുവിൽ മകൾ സോഷ്യൽ മീഡിയയിൽ പോയി തുണയിച്ചിടുന്നത് വരെ എത്തിയ കാര്യങ്ങൾ. പൊന്നെ ഉദാഹരണല്ലേ പറയണേ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ?